പിന്നെ കിട്ടിയ ഇവിടെ ഭഗതിന്റെ പാഠം, മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ലുക്കും മുഖം കൂടെ കിട്ടിയേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഭഗതിനെ കിട്ടിയപ്പോൾ സാറ് ശരിക്കും വേറൊരു ചിന്തയായിരിക്കും അല്ലേ, എങ്ങനെ ഒരു വെറൈറ്റി കൊണ്ടുവരിക എന്നുള്ള ചിന്തയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഭഗത് അപ്പോഴത്തേക്ക് സൂപ്പർ സ്റ്റാർ ആയല്ലോ സാർ അല്ലേ? നല്ല ഭഗത് ഒരു സ്റ്റാർഡത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ പിന്നെ യങ് ജനറേഷനെല്ലാം ഒരു പിന്നെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഭഗത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഏത് ക്യാരക്ടറും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. വേറൊരു പിന്നെ എന്താണ് ഒരു ബോഡി ലൈനും വേറൊരു എൻ്ററിങ്ങും. കാരണം സിനിമ മാറാൻ തുടങ്ങിയ സമയമാണത്. സിനിമയുടെ ഒരു യങ് ജനറേഷൻ അതിനകത്തേക്ക് വരാൻ തുടങ്ങിയ ആ രീതിക്ക് ഒരു ആക്ടിങ് പിന്നെ രീതിയും പുള്ളിയുടെ ശബ്ദവും ബോഡിയും ഫിഗറും ഒക്കെ വേറൊരു പിന്നെ തിരുത്തലിൻ്റെ വേറൊരു തരത്തിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. കാരണം അവർ പിന്നെ ഉള്ളൊരു ആക്ടർ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ പുള്ളി പിന്നെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, അതൊരു രൂപം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ചത് അതിന് മുമ്പേ തെളിയിക്കപ്പെട്ടു. എനിക്കെപ്പോഴും ആ ആക്ടറുമായിട്ടാണ് എനിക്ക് ഭയങ്കര കമ്പാരിസൺ. അത് ഭരത് ഗോപിയാണ് ട്രെൻഡ് കൊണ്ടുവന്നത്. പിന്നെ അത് ഈ മേക്കപ്പിലോ ഫിസിക്കലോ ഒരു പിന്നെ വ്യതിയാനം വരുത്താതെ, അല്ലെങ്കിൽ അഡീഷണൽ പിന്നെ മേക്കപ്പ് കൊണ്ടോ അഡീഷണൽ കോസ്റ്റ്യൂം കൊണ്ടോ ഒന്നും, അതാ പുള്ളിയുടെ ഏത് ബോഡിയാണോ നമ്മൾ കഴിഞ്ഞ സിനിമയെ കണ്ടത് ആ ബോഡി തന്നെയായിരിക്കും നമ്മൾ ഈ മറ്റൊരു സിനിമയിലും കാണുന്നത്. പക്ഷേ ക്യാരക്ടർ രണ്ടും ഭയങ്കര വ്യത്യാസമായിരിക്കും. സാറിന്റെ രണ്ടു പടം, ഒന്ന് ടൂ വീലർ ആയാലും ഇരുപട്ട് മണോട്ടി ആയാലും അത്ര വ്യാവസായികമായിട്ട് വിജയിച്ചിട്ടില്ല. ഈ ഭഗതിലേക്ക് ഒരു ആ ഒരു ആശയ കുഴപ്പമുണ്ടോ? പുള്ളി സ്വീകരിക്കുമോ അല്ലെങ്കിൽ എങ്ങനെ കൺവിൻസ് എന്നൊരു പേടി ഇതുണ്ടായിരുന്നു? അല്ല, അങ്ങനെയാണ്. നമ്മൾ പിന്നെ ആ സമയമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പിന്നെ അവർ കിട്ടുന്ന മെറ്റീരിയലാണ് അവർ നോക്കുന്നത്. എന്താണ് അവർക്ക് ആ കണ്ടൻറ്റ് ഓക്കെ ആണെന്ന് തോന്നിയാൽ ഓക്കെ പറയും. ആ കണ്ടൻറ്റ് പിന്നെ ഓക്കെ ആയിരുന്നു. അതാണ് ആ സിനിമയെ പിന്നെ നമുക്ക് പിന്നെ ഭഗതിലേക്ക് ചെന്ന് പറയാനും പുള്ളി ഓക്കെ അടിക്കാനും അതിൻ്റെ കണ്ടൻറ്റ് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഫഗതിൻ്റെ അടുത്ത് നിന്ന് ഫഗത് ആ സമയം പുള്ളി അനിൽ രാധാകൃഷ്ണ മേനോൻ്റെ പടത്തിൽ പൊന്നാനി ഒരു ബീച്ചിൽ പിന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാതം നോർത്ത്. അപ്പോൾ ആ ലൊക്കേഷനിലാണ് കഥ പറയുന്നത്. അന്ന് അജി മേഡയിലുണ്ട്. അജി മേഡയിലാണ് എൻ്റെ പ്രൊഡ്യൂസറിലെ ഒരാൾ. അവിടെയാണ് ആ കഥ പറഞ്ഞ് പുള്ളി കമ്മിറ്റ് ചെയ്തു. കമ്മിറ്റ് ചെയ്തു. നമുക്ക് പിന്നീട് പുള്ളിയെ പിന്നെ പുള്ളിയെ ഫോളോ ചെയ്യാൻ കുറേ സമയമെടുത്ത് കിട്ടാൻ ആ പടം കുറച്ച് നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ വന്നപ്പോഴാണ് ഒരു ദിവസം അങ്ങോട്ട് ചെന്നോളാം. അങ്ങനെയാണ് അവർ പിടി കിട്ടാൻ പ്രയാസമാണ്. പിടി കിട്ടിക്കഴിഞ്ഞ് കമ്മിറ്റ് ചെയ്യാൻ പിന്നെ പുള്ളി ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അല്ല സാർ, അന്ന് ആ സമയത്ത് കുറെ ആൾക്കാരെ സമീപിച്ചെന്ന് പറഞ്ഞു. കൊച്ചൊക്കെ ഉണ്ടായത് കൊണ്ട് കൊച്ചാണല്ലോ പ്രധാന. അല്ല, അതിന് മുമ്പ് വേറെ 1-2 ആർട്ടിസ്റ്റുകളെ നോക്കിയിരുന്നു. പക്ഷേ അത് പിന്നെ കഥ പറഞ്ഞപ്പോൾ ഈ ആ ട്രാക്ക് അതിനു മുമ്പേ പിന്നെ ശ്രീനിയേട്ടനെ ലാലേട്ടനെ ഫിക്സ് ചെയ്യുന്നു. ലാലേട്ടൻ്റെ ക്യാരക്ടറിന് ഒരു ഓപ്ഷൻ ഇവിടെ കണ്ടിരുന്നു, അത് ബിജു മേനോനായിരുന്നു. അപ്പോൾ ബിജു മേനോൻ ആ സമയത്ത് വേറൊരു പടത്തിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഓക്കെ. ശ്രീനിയേട്ടൻ്റെ അടുത്ത് നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യം ഫിക്സ് ചെയ്യുന്ന ശ്രീനിയേട്ടനെയാണ്. കാരണം ശ്രീനിയേട്ടൻ ആ ക്യാരക്ടർ ചെയ്യണം, അഡ്വക്കേറ്റ് ക്യാരക്ടർ ശ്രീനിയേട്ടൻ ചെയ്യണം എന്ന് ഫിക്സ് ചെയ്തു. അതിന് ശ്രീനിയേട്ടൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് ഫുള്ളായി ആദ്യം വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ നമ്മളൊരു നീണ്ട സമയമെടുത്താണ് സ്ക്രിപ്റ്റ് ചെയ്തത്. അന്ന് ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നത് OG സുനിലാണ്. പിന്നെ മറ്റേ 22 ഫീമെയിൽ ചെയ്ത പ്രൊഡ്യൂസറായിരുന്നു ആദ്യം ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ അന്ന് ശ്രീനിയേട്ടൻ്റെ അടുത്ത് നിന്ന് കഥ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു. പുള്ളി അറിയാമല്ലോ, പുള്ളി വളരെ സീരിയസ് ആയിട്ട് പുള്ളി പറ്റില്ല എന്ന് പറയണ തുറന്ന് പറയും, പറ്റില്ല.
ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഇത് മാറ്റി വർക്ക് ചെയ്യണം എന്ന്. അപ്പോൾ പുള്ളി എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളി നേരത്തെ പുള്ളിയായിട്ട് വർക്ക് ചെയ്തൊരു ഹരിദാസിൻ്റെ കിണ്ണം കെട്ട കള്ളൻ എന്ന് പറഞ്ഞ പടത്തിനകത്ത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം പുള്ളി അന്ന് ആ സ്ക്രിപ്റ്റിനകത്ത് പുള്ളി ആ സ്ക്രിപ്റ്റ് പറഞ്ഞ കഥയും ലാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വന്ന് കേട്ട സ്ക്രിപ്റ്റും ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ലൊക്കേഷനിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു സാഹചര്യം വന്ന് പിന്നെ പുള്ളിയും കൂടിയാണ് ആ പടം എഴുതി തീർത്തത്. അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് ഒരുപാട് ആ സമയത്ത് ഭയങ്കര ഒരു അടുപ്പവും ഒരു കഥ വേറെ സ്ക്രീൻ പ്ലേ ആയിട്ട് മാറുന്നത് എങ്ങനെയെന്ന് കണ്ടു ശരിക്കും. അപ്പോൾ പുള്ളിയുടെ അങ്ങനെ ഒരു നല്ലതൊരു സിനിമയുടെ നല്ലതിന് വേണ്ടിയായിരിക്കും പുള്ളി സംസാരിക്കുകയും ചെയ്യുന്നത്. അത് ഉറപ്പാണ്. അല്ലാതെ പുള്ളിയുടെ ഒരു ഈഗോ പുള്ളിക്ക് അറിയാം ഒരു സാമാന്യമായ ഒരു സാധനമാക്കി എടുക്കണ്ടേ. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ എൻ്റെ റൈറ്റർ 3 പുതിയ ആൾക്കാരാണ്. അരുൺ ഗോപിനാഥ്, പ്രവീണും പിന്നെ അവരുടെ ഒരു സുഹൃത്തുണ്ട്. അവർ 3 പേരാണ് ചേർന്നാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ അതിനകത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെന്ന് വായിച്ചു പുള്ളി ഓക്കെയാണ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ആദ്യം പുള്ളിയെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് കിട്ടിയാൽ പിന്നെ ആ പ്രോജക്റ്റ് നടക്കുമെന്നുള്ളൊരു ബാക്കി 2 പേരാരാന്ന് ചോദിച്ചു. അപ്പോൾ അത് ശ്രമിക്കുകയാണെന്ന്. അപ്പോൾ നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വന്നു. പിന്നെയാണ് വേറെ ആക്ടർ എടുത്ത് പോയി. അപ്പോൾ ഈ വേറെ 2 ആക്ടറെ കണ്ടു. അപ്പോൾ അവർക്ക് ഈ കൊച്ചു കുട്ടി അവർക്ക് ഇനി അവർ അവോയ്ഡ് ആവാൻ പറഞ്ഞതോ അല്ലെങ്കിൽ ആ കൊച്ചു കുട്ടി കയ്യിലിരിക്കുന്നത് പ്രോബ്ലമാണ്. അഭിനയം വരത്തില്ല വെച്ചാൽ അതിനകത്ത് ആക്ഷനുണ്ട് കുട്ടിയെ കയ്യിൽ വെച്ചിട്ട്. പിന്നെ ത്രൂ ഔട്ട് ഈ കുട്ടി കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യക്കുറവോ അതിനെ ഡീൽ ചെയ്യാനുള്ള ഇതോ ഫഹദിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഫഹദ് പോസിറ്റീവായിട്ട് എടുത്ത് ആ എലമെൻറ്റിനെ അത് കൊള്ളാമെന്ന് പറഞ്ഞു. അത് കൊള്ളാം. ഒരു കുട്ടിയെ ഹാൻഡിൽ ചെയ്തിട്ട് ഓക്കെ നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒതുങ്ങിയിരിക്കുന്ന കുട്ടി ആയിരിക്കണമെന്ന് പറഞ്ഞു. ആ കുട്ടി ഒരു പൊടിക്കുട്ടിയാണ്, കൈ കൊണ്ട് നടക്കുന്നൊരു കുട്ടിയാണ്. ആ കുട്ടി പല സ്ഥലങ്ങളിൽ കുട്ടിയെക്കുറിച്ച് നോക്കി അപ്പോൾ കുറച്ച് കുട്ടികളുമായിട്ടൊക്കെ സിങ്കായിട്ടുള്ള തിരുവനന്തപുരത്തുള്ള തന്നെ, അത് കേശവദാസപുരത്തുള്ള കുവൈത്തിലോ മറ്റോ അവർ ഫാമിലി ആയിട്ട് കൊച്ചിൻ്റെ അച്ഛനും അമ്മയും കുവൈത്തിലുള്ള 2 ചെറുപ്പക്കാർ. അപ്പോൾ അജിയുടെ സുഹൃത്താണ്. അപ്പോൾ ആ കുട്ടി ബാക്കിയുള്ള യാത്ര ചെയ്തും ഒക്കെ ഒരു ആൾക്കാരെ കണ്ടൊരു ശീലമുള്ളതുകൊണ്ട് അവർ ഓക്കെ ഇടും. പിന്നെ മാത്രമല്ല ആ കുട്ടിയുടെ അമ്മൂമ്മയും അപ്പൂപ്പനുമായിട്ടും ആ കുട്ടി ഭയങ്കര സിങ്കാണ്. അത് മാറി നിൽക്കുകയും ചെയ്യും. ഈ പ്രായമാണെങ്കിലും മാറി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവരവിടെ ജോലിയുള്ളവർ അവരെ ഫുൾ ടൈം ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അങ്ങനെ ആ കുട്ടിയെ ഫിക്സ് ചെയ്തു. അന്ന് കുട്ടി ഈ സീൻസൊക്കെ വന്നപ്പോഴത്തേക്ക് ഒക്കെ സിങ്കായി വന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യണം. ഈ ഹോട്ടലിൽ നമ്മൾ ഇരിക്കുന്ന ഈ ഹോട്ടലിലാണ് ഇവിടെ ചേർന്നല്ലേ? അല്ല, ഇവിടെ നിന്നാണ് തുടങ്ങി. ആലപ്പുഴ ഹോട്ടലിൽ മാച്ച് ചെയ്തിട്ടാണ് അത് അവസാനിക്കുന്നത്. ഫൈറ്റ് സമയത്ത് കുട്ടി വേണം. രാജശേഖരൻ മാസ്റ്ററാണ് മാസ്റ്റർ. അപ്പോൾ പുള്ളി കുട്ടിയാണോ അതൊരു പ്രോപ്പർട്ടിയാണോ എന്ന് പുള്ളിയുടെ പ്രോപ്പർട്ടി ആയിട്ടേ പുള്ളിയുടെ വർക്ക്. അപ്പോൾ പുള്ളി ചെയ്ത് കുട്ടി റീടേക്കും ഒക്കെ വരും. കാരണം ഒരുപാട് റീടേക്ക് വന്നാണല്ലോ ഈ ആക്ഷൻ. അപ്പോൾ പുള്ളി കൃത്യതയുടെ ആളുമാണ്. ടൈമിങ് വേണം, കൃത്യത. അപ്പോൾ ഇത് റീടേക്കായി കുഞ്ഞങ്ങ് ഷെയ്ക്കായി, കയ്യിലിരുന്ന് കുഞ്ഞങ്ങ് ഷെയ്ക്കായി. അത് കുട്ടി കരഞ്ഞ് ചെറുതായിട്ട് പനി വരുന്ന പോലെയൊക്കെ വന്ന് പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ
സീക്വൻസിലേക്ക് പോയി. പിന്നെ കുട്ടിയെ വീണ്ടും തഞ്ചപ്പെടുത്തി വന്ന് അമ്മൂമ്മയും അപ്പൂപ്പനും അത് ഭയങ്കരമായിട്ട് സഹകരിച്ച്, ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും അത് നന്നായിട്ട് സഹകരിച്ച് ആ സീക്വൻസ് തീർത്ത്. അതൊരു ഭയങ്കര ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനുള്ളൊരു കാര്യം. അങ്ങനെ നമ്മൾ പിന്നെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഭയങ്കര, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് തയ്യാറാവുകയും വേണം അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അങ്ങനെ ഒരു വലിയ മനസ്സ് വ്യത്യസ്തത ഇടുന്നുണ്ടാകാൻ അന്നേ സാർ തോന്നിയായിരുന്നു ഈ ഫഹദ്? പിന്നെ ഫഹദ് ഒരു പിന്നെ ഒരു ഡിഫറെൻ്റ് ആക്ടർ, അത് സംശയമില്ല, ഡിഫറെൻ്റ് ആക്ടർ പുള്ളി. അത് ഞാൻ ഈ നേരത്തെ ഗോപിയേട്ടൻ്റെ കാര്യം പറഞ്ഞതുപോലെ പിന്നെ ഫിഗറൊന്നുമല്ല, ക്യാരക്ടറായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പിന്നെ ലൊക്കേഷനിലേക്ക് വരുന്ന ആക്ടർ പഴയ ഫഹദ് തന്നെയായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ സ്ക്രീനിലേക്ക് വരുമ്പോൾ ക്യാരക്ടറാവുകയും ക്യാരക്ടറിൻ്റെ വേറൊരു റേഞ്ചിലേക്ക് ഭയങ്കര മാറ്റം വരുന്നുണ്ടല്ലേ? മാറ്റം വരുന്നത് ഉറപ്പായിട്ടും. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതെ അത് അതൊരു അതാ പറഞ്ഞിട്ട് സിനിമ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കാലഘട്ടം ചേഞ്ച് ആകുന്നു എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായി മാറുന്ന അവർക്കും ആ മാറ്റങ്ങൾ ഉണ്ടാകും. അതാണ് പ്രകൃതി നിയമം. അതെങ്ങനെയുണ്ട് സാർ? മറ്റു വാണിജ്യപരമായിട്ട് പടം എങ്ങനെയുണ്ടായിരുന്നു? പടം നന്നായിപ്പോയി, നല്ല പടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബ്രേക്ക് തന്നെ കൊടുക്കുന്നതിന് പറയാം അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പിന്നെ പടങ്ങളിൽ ഒരു പടമായിട്ട് ഇതും കൂട്ടാം ശരിക്കും. അത് പിന്നെ ഓടിയ പടങ്ങളിൽ പിന്നെ അതിനകത്ത് ശ്രീനേട്ടൻ്റെ ആയാലും ലാലേട്ടൻ്റെ ആയാലും ആ ട്രാക്കും ഒക്കെ പിന്നെ അതൊരു ഒരു ഓൺ ഡേ മൂവിയാണ്. ഇതിപ്പോൾ അന്ന് ഇപ്പം ശ്രീനിവാസോട് പറയുക നോ എന്ന് പറഞ്ഞൊരു സാർ എന്ത് ചെയ്തേനെ? നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യകാരണങ്ങൾ തിരക്കി പിന്നെ എന്താണ് നോ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നും അത് നമുക്ക് ദൂരീകരിക്കാൻ പറ്റുമോ എന്നുള്ളതും ശ്രമിക്കണം. സ്ക്രിപ്റ്റാണ് നമ്മൾ പിന്നെ സ്ക്രിപ്റ്റിനെ കുറിച്ച് നല്ല ഈ പറഞ്ഞ നേരത്തെ ചാക്കോച്ചൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു, അത് സ്ക്രിപ്റ്റിനെ കുറിച്ച് നല്ല ധാരണയും അതിൻ്റെ പിന്നെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുമ്പോൾ സ്ക്രീനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നല്ല ധാരണയുള്ള ഒരു പിന്നെ എന്താണ് പ്രൂവ് ചെയ്തൊരാളാണ്. അപ്പോൾ അത് പിന്നെ എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത് അത് കറക്റ്റ് ചെയ്യപ്പെടുമായിരുന്നു, ഉറപ്പായിട്ടും കറക്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളി വേണമെന്നുള്ളത് ഒരു പിന്നെ 100% ഉറപ്പിച്ചിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ ഇന്ന് വായിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഇത് നമ്മൾ വായിക്കുന്നത് പിന്നെ എസ് ഓർ നോ, അതിൻ്റെ പിന്നെ സജഷൻസോ അല്ലെങ്കിൽ മാറ്റങ്ങളോ പറയാം. അത് എത്ര തവണ വേണമെങ്കിലും തിരുത്തിക്കൊണ്ടുവരാൻ തയ്യാറുമാണ്. പക്ഷേ ശ്രീനേട്ടൻ കമ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വായിക്കുന്നത്.